ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടുള്ളത്. അപ്പോൾ ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് വന്നു. വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ അനിയൻ ഗൾഫിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. ഇവിടെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. 7:30 എഴുന്നേറ്റു കേട്ടോ. അങ്ങനെ എഴുന്നേറ്റിട്ട് നമ്മൾ മുടിയൊക്കെ കെട്ടി വന്ന് മുഖമൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. ഈ മഴ കുറഞ്ഞിട്ടുള്ള പരിപാടി ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ മുഖമൊക്കെ കഴുകിയിട്ടൊന്ന് കിച്ചണിൽ പോയി നോക്കിയതാണ്. ചായയൊക്കെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മയൊക്കെ നേരത്തെ എഴുന്നേറ്റു. നമുക്ക് കുറച്ച് ഗസ്റ്റും കൂടി ഉണ്ട്. അതിന് എൻ്റെ വൈഫിൻ്റെ അമ്മയും അച്ഛനും ആൻറ്റിയുടെ മോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെതാ ഞാനൊന്ന് മുഖമൊക്കെ കഴുകി കിച്ചണിലേക്കൊന്ന് പോയിട്ട് നേരെ പുറത്തോട്ട് പോവുകയാണ്. മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്ത് പോയിട്ട് കുറച്ച് നേരം ആ കസേരയിലിരുന്നിട്ട് ഒന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴ നിൽക്കാതെ പെയ്യുന്നുണ്ടെങ്കിൽ റൂമിലൊക്കെ ഭയങ്കരം ചൂടാണ്. ഇന്നലെ രാത്രി ചൂടായിട്ട് ഉറങ്ങാനേ പറ്റിയിട്ടില്ല കേട്ടോ. തണുപ്പില്ല, അതെന്താണെന്നറിയില്ല. രാവിലെ ആണെങ്കിൽ നല്ല തണുപ്പുണ്ട്, ഇത്തിരി നേരം കിടക്കണം എന്നൊക്കെ തോന്നും. പിന്നെ ഇവിടെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റുന്നേ ഉള്ളൂ. ഞാൻ നമ്മുടെ വീട്ടിലാകുമ്പോൾ കുറച്ച് വൈകുന്ന വരെ ഉറങ്ങും കേട്ടോ. 8 മണി 8:30ഒക്കെയാണ് ഞാനിപ്പോൾ എഴുന്നേക്കാറുള്ളത്. കുറച്ച് നാളല്ലേ അങ്ങനെയൊക്കെ ഉറങ്ങാൻ പറ്റൂ. ഉദംപൂരിലോട്ട് പോയാൽ പിന്നെ ഉറക്കമൊന്നുമില്ല. രാവിലെ 5 മണി 5:30 ആകുമ്പോൾ എഴുന്നേൽക്കണം. രാവിലെ സ്കൂളിലൊക്കെ പോകണം. അതുകൊണ്ട് പിന്നെ ഉറക്കത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട, കണക്ക് തന്നെ. അങ്ങനെ രാവിലെ എഴുന്നേറ്റൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. ഇവിടെ നമ്മൾ താർപ്പായ കെട്ടിയോണ്ടാണ് ഒരു ഇരുട്ട് പോലെ തോന്നണം കേട്ടോ. താർപ്പാളയുടെ കളറ് നീല ആയതുകൊണ്ട് ഇങ്ങനെ നീല അടിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ കോമാളിത്തരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ അപ്പുറത്തോട്ട് പോകട്ടോ. അപ്പുറത്താണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ചക്ക മുറിക്കുകയാണ്. അപ്പോൾ അതിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചക്ക വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പച്ചച്ചക്ക രാവിലെ തന്നെ അമ്മയും അതിൻ്റെ വൈഫിൻ്റെ അമ്മയും കൂടിയിട്ട് മുറിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കുകയാണ്. അവർ പറയുന്നുണ്ട് വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കട്ട് ചെയ്ത് കളയും, എല്ലാം ഒന്നും ഇടൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ കേട്ടോ. നല്ല മൂത്ത ചക്കയാണ്. അവിടെ അവൻ്റെ ഫ്രണ്ടൊക്കെ ചക്ക കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് രാവിലെ തന്നെ ഇവർ ആ പരിപാടിയിലാണ്. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ നമ്മൾ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു ട്രിപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കത് എടുക്കണം. പിന്നെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറിയും ഉണ്ട്. സാമ്പാറൊന്നും വെച്ചില്ല. രാവിലെ തന്നെ തിരക്കായതുകൊണ്ട് അവനിപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ അതിൻ്റെ തിരക്കാണ്. പൂജയാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. പൂജ എഴുന്നേറ്റില്ല. പൂജ സോഫയിലാണ് കിടന്നത്. അപ്പോൾ നല്ലതുപോലെ അവിടെ കിടക്കുന്നുണ്ട്. ഇത് അതിനെൻ്റെ വൈഫിൻ്റെ ആൻറ്റിയുടെ മോളാണ്. അവൾ ഞാൻ മൊബൈലും കൊണ്ടുവരുമ്പോൾ ഓടിപ്പോയി. പിന്നെ ഞാൻ നേരെ പോയി അടുക്കളയിൽ നിന്ന് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. തണുത്തു. അപ്പോൾ നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ചക്ക മുറിച്ചിട്ടായി. അപ്പോൾ ഇതിൻ്റെ ചമണി കളഞ്ഞിട്ട് ഒരു കവറിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ചക്കക്കുരൊക്കെ അവർക്ക് അവിടെ കറി വെക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ ചമണി മാത്രം കളഞ്ഞിട്ട് നമ്മൾ ചക്ക അതിനകത്തോട്ട് ഇട്ടു കേട്ടോ. പച്ചച്ചക്ക കാണുമ്പോൾ എനിക്ക് കഴിക്കണം എന്നുണ്ട്. പിന്നെ ഇത് കൊണ്ടുപോകാനുള്ളത് കൊണ്ടാണ് ഞാൻ കഴിക്കാണ്ടിരിക്കുന്നത്. എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഞാനൊന്ന് വായിലിട്ടു കേട്ടോ. ക്ഷമയില്ല എന്ന് പറയില്ല. പച്ചച്ചക്ക കണ്ട ഒരു വല്ലാത്തൊരു വെപ്രാളമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി. അങ്ങനെ നമ്മളെല്ലാവരും കിച്ചണിൽ തന്നെ ഇരുന്നിട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ കൊണ്ടുപോകാനുള്ള പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അനിയൻ്റെ ഒരു ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ട്. അനിയനും ഫ്രണ്ടും കൂടിയിട്ട് പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ എന്തൊക്കെയോ ഉണ്ട്. അച്ചാർ, ചക്ക, മാങ്ങ, ചക്കക്കുരു, അങ്ങനത്തെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ പാക്കിങ്ങിൻ്റെ തിരക്കിലാണ്.
അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. പിന്നെ അവർ ചായ കുടിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ സങ്കടത്തിലൊക്കെ നിൽക്കുകയാണ്. അപ്പം ഇതെല്ലാം റെഡി ആയിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ 2 ഫ്രണ്ട്സും കൂടി ഉണ്ട്. അവരാണ് കൊണ്ടുവിടാൻ പോകുന്നത്. നമ്മളാരും പോകുന്നില്ല. അവർ 3 പേരും കൂടിയാണ് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.